ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കാം അത്തരം നീക്കങ്ങളുടെ ലക്ഷ്യം? രാഷ്ട്രീയ ലോകം തലപൊകിക്കുന്ന ശശി തരൂരിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുവാനാണ്. അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തില്ല എന്ന് ആരെക്കാളും മുൻപ് മനസ്സിലാക്കിയ വ്യക്തിയാണ് തരൂര്. കേരളത്തിലാണെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് അടുപ്പിക്കുന്നുമില്ല. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രസക്തി എന്താണെന്ന് തേടുകയാണ് തരൂർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ തുറന്ന് എതിർക്കാനുള്ള ആർജവം തരൂര് കാണിക്കുന്നതും. വിശ്വപൗരൻ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് തരൂർ. മുൻ UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂരിന് തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തുണയാവുകയും ചെയ്തിട്ടുണ്ട്. 4 പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും തരൂര് തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി വരെ ആകുവാൻ തരൂരിന് സാധിച്ചു. അതേ തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. ഇതിനു പുറമെ BJP നേതാക്കളും പ്രധാനമന്ത്രി മോദിയും എല്ലാം അകമഴിഞ്ഞ് പ്രശംസിക്കുവാനും തരൂർ മടി കാണിക്കാറില്ല. ഇതിനിടയിൽ പല BJP നേതാക്കളുമായുള്ള സെൽഫി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് ശശി തരൂർ കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂരുമായുള്ള സെൽഫി പുറത്തുവിട്ട പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് BJP MP ബൈജയന്ത് ജയ് പാണ്ഡ. വെള്ളിയാഴ്ച കോൺഗ്രസ് MP ശശി തരൂരിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രമായിരുന്നു BJP MP സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഈ ചിത്രത്തോടൊപ്പം ജയ് പാണ്ഡ നൽകിയ അടിക്കുറിപ്പായിരുന്നു ശ്രദ്ധേയമായത്. അതിങ്ങനെയായിരുന്നു: നമ്മളൊടുവിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിനാൽ എന്റെ സുഹൃത്തും സഹയാത്രികനും എന്നെ വികൃതി എന്ന് വിളിച്ചു. തരൂരിന്റെ BJP ചായ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് MP ഈ രീതിയിൽ തലക്കെട്ട് നൽകി ഞെട്ടിച്ചിരിക്കുന്നത്. കലിംഗ സാഹിത്യോത്സവത്തിന്റെ 11ാമത് പതിപ്പ് മാർച്ച് 21-ന് ഭുവനേശ്വറിൽ ആരംഭിച്ചിരുന്നു. ഇതിൽ ലോകമെമ്പാടും 400-ലധികം എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും പങ്കെടുക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകുന്ന വഴിക്കായിരുന്നു തരൂർ BJP MPയുടെ സെൽഫിയിൽ പെട്ടുപോയത്. ചിത്രം വൈറലായതോടെ കോൺഗ്രസ് BJP പ്രവർത്തകർക്ക് പുറമെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ സെൽഫിയെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സെൽഫി ട്രാപ്പിൽ തരൂർ കുടുങ്ങുകയാണോ അതോ മനഃപൂർവ്വം BJP വിരിച്ച വലയിൽ വീഴുകയാണോ എന്ന് വ്യക്തമല്ല. ഇക്കഴിഞ്ഞ മാസം പീയൂഷ് ഗോയലും ഒത്തുള്ള തരൂരിന്റെ ഒരു ഫോട്ടോ വൈറലായിരുന്നു. ആ ഫോട്ടോയ്ക്കും വ്യാപകമായ വിമർശനങ്ങളായിരുന്നു തരൂരിനെ തേടിയെത്തിയത്. നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു തരൂർ. തനിക്ക് അർഹമായ സ്ഥാനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന പരാതി തരൂർ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് തന്റെ സ്ഥാനമാന മോഹങ്ങളെ ബാധിക്കുമെന്ന ചിന്തയും തരൂരിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തരൂർ ഇടം തിരിയുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും തരൂർ കോരിയിട്ട കന്നലുകൾ കോൺഗ്രസിൽ നന്നായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മോദിയെ പിന്തുണച്ചും പ്രശംസിച്ചും തരൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയ കോലാഹലങ്ങൾക്ക് കാരണമായിരുന്നു. അമേരിക്കയിൽ വലിയ പരിഷ്കാരങ്ങൾ നടക്കുന്നതിനിടെ മോദിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടാക്കിയില്ലായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ ഇതിന് വിപരീതമായുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്ത്യക്കാരെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് മോദി ട്രംപിനോട് ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാകും എന്നായിരുന്നു തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും പുതിയ സെൽഫിയുടെ പശ്ചാത്തലത്തിൽ BJPയുടെ അതേ ദിശയിലേക്ക് തന്നെയാണോ തരൂരിന്റെ പോക്കെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.